Hi dears, welcome back to our channel Anu Simply Beauty. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് DIY ഫേസ് സ്ക്രബാണ് കേട്ടോ. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തീരെ സമയം കളയണ്ട അല്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഫേസ് സ്ക്രബിൽ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഈ ഒരു ഫേസ് സ്ക്രബിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, ഷുഗർ. പഞ്ചസാരയിലെ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ടും അതുപോലെ തന്നെ ഫേസ് നല്ല മൃദുവാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് അരക്കഷ്ണം ടൊമാറ്റോ ആണ്, തക്കാളിയാണ്. തക്കാളിയുടെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് നമ്മൾ തക്കാളിയുടെ ആ ജ്യൂസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള കലകളും അതുപോലെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അരക്കഷ്ണം തക്കാളി നമ്മൾ വെറും നീറ്റ പാട് രാവിലെ തന്നെ ഫേസിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ നാച്ചുറൽ ആൻഡ് പ്യുവർ അലോവേര ജെല്ല്, ഇത് ഞങ്ങൾ മൂന്നാർ പോയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു അലോവേര ജെല്ലാണ് ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അലോവേര ജെല്ല് അങ്ങനെ എടുക്കാം കേട്ടോ. അലോവേരയുടെ തണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മിക്സിയിൽ അടിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു അലോവേര ജെൽ ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തേക്കുന്നതാണ്. ഇതിന് നല്ല ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ. റിമൂവൽ ഓഫ് ഡാർക്ക് സർക്കിൾസ്, പ്രിവെൻഷൻ ഓഫ് പിമ്പിൾസ് ആൻഡ് ആക്നെ, ആസ് ആൻഡ് ആഫ്റ്റർ ഷേവ് ലോഷൻ, ഹീലിംഗ് ഓഫ് ക്രാക്ക്ഡ് ഹീൽ സ്കിൻ, മോയ്സ്ചറൈസറായി, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് ഈ ഒരു അലോവേര ജെല്ലിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഒലീവ് ഓയിലും അതുപോലെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ചേർത്തിയിട്ട് വരുന്ന ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലാണിത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമുക്കൊരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയേക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക. നല്ല ക്രീമായിട്ടൊന്നുമല്ല, അത്യാവശ്യം വെള്ളം പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫേസ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് സ്ക്രബ് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വരിക കേട്ടോ. ഞാൻ ഇവിടെ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. ഞാൻ ഈ ഒരു അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. ഞാൻ കാണിച്ചു തന്ന ആ ഒരു അലോവേര ജെല്ലാണ്. ഞങ്ങൾ മൂന്നാർ പോയ സമയത്ത് അവിടെ നിന്ന് വരുമ്പം വാങ്ങിച്ചൊരു അലോവേര ജെല്ലാണ് കേട്ടോ. ഓക്കെ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്യുവർ അലോവേര ജെല്ലാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉള്ള അലോവേര എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ അതിൻ്റെ ആ ഒരു പൾപ്പ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പിന്നെ ഈ ഒരു അലോവേര ജെൽ ഇവിടെ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഈ ഒരു ഫേസ് സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വരാനായിട്ട് ഈ ഒരു ഫേസ് സ്ക്രബ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, തക്കാളി എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്, നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളി മാത്രമായിട്ട് നിങ്ങൾക്ക് ദിവസവും രാവിലെ എണീറ്റ് ഫേസ് ജസ്റ്റ് ഒന്ന് ഫേസ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഈ ഒരു തക്കാളി മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള കുത്തുകളും കലകളും പാടുകളും ഒക്കെ മാറാനായിട്ട് തക്കാളി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഷുഗർ എന്ന് പറയുന്നതും നല്ലൊരു സാധനമാണ്. പിന്നെ നമുക്കിത് ചുണ്ടിലാക്കണേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴുത്തിലും നെക്കിലും ഒക്കെ ആക്കണേനൊന്നും കുഴപ്പമില്ല. നല്ലൊരു സംഭവമാണ് ഈ ഒരു ഫേസ് സ്ക്രബ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് സ്ക്രബ് നല്ലൊരു സാധനമാണ്. നമ്മൾ എല്ലാം തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യാം. വാഷ് ഔട്ട് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയൊരു രീതിക്കൊന്ന് റബ്ബ് ചെയ്യുക, ഫേസ് ഒന്ന് റബ്ബ് ചെയ്യുക. അതായത് ചെറിയൊന്ന്
മീൻസ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു മസാജിലൂടെ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഫേസ് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ ഓക്കെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ഫേസ് റബ്ബ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് വരാം. എങ്ങനെയുണ്ട് നമ്മുടെ ഫേസ് എന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫേസ്. ഓക്കെ, ഇതിൽ നമ്മളൊന്നും തന്നെ ചേർത്തിട്ടില്ല പുറമേ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനായിട്ട്. നമ്മളെല്ലാം ഹോം റെമഡീസ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അലോവേര ജെല്ലാണ്, അത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ അലോവേര വാങ്ങിക്കണ അലോവേര എടുക്കാം കേട്ടോ. ഇത് പ്യുവറായിട്ടുള്ള നല്ല അലോവേര ആയതുകൊണ്ട് ഞാനിത് എടുത്തെന്ന് മാത്രം. അതല്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉള്ള അലോവേരയുടെ ഇലയിൽ നിന്ന് ആ ഒരു പൾപ്പ് എടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞതാണ് ഇക്കാര്യം. ഓക്കെ, അപ്പോൾ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ നല്ലൊരു എന്താ പറയുക നല്ല പ്ലംപായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വേണമെങ്കിൽ ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. ഓക്കെ, നല്ല റിസൾട്ടാണ് കിട്ടുക. പിന്നെ ഈ തക്കാളിയൊക്കെ എന്ന് പറയുമ്പോൾ, അതായത് ഈ ടൊമാറ്റോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള കലകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ, എനിക്കിവിടെ ഒരു കലയൊക്കെ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ രാവിലെ എണീറ്റ പാട് തക്കാളി മാത്രം വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഇവിടെയുള്ള കലകളൊക്കെ ഒന്ന് കുറഞ്ഞു വന്നത്. ഇവിടെയുള്ള കലകൾ എന്ന് പറയാൻ ഇത് നന്നായിട്ട് മാറി. ഈ ഒരു കലയ്ക്ക് നല്ല മങ്ങിച്ചുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തക്കാളി എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ഫേസിലുള്ള കലകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ദിവസവും രാവിലെ തക്കാളി മാത്രം എടുത്തിട്ട് തക്കാളിയുടെ ഒരു അരക്കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ദിവസവും നമ്മൾ ചെയ്യണം കേട്ടോ. ഒരു 7 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പെട്ടെന്നൊരു റിസൾട്ടൊന്നും കിട്ടത്തില്ല. ഇന്ന് ചെയ്താൽ നാളേക്ക് കല മാറത്തൊന്നുമില്ല. നിങ്ങളൊരു 7 ദിവസം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ആ ഒരു കലകൾക്കൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, റിസൾട്ട് അടിപൊളിയാണ്. ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഒരു ഫേസ് സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയായിട്ട് ഒരു മാസം ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.